ഷീജ കൂടി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, നമുക്കറിയാം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതൃത്വത്തിന് പല പ്രാവശ്യവും അതൃപ്തിയുണ്ടായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നതിനെ പല പ്രാവശ്യവും ഒഴിവാക്കപ്പെട്ടതും ഈ ഒരു സാഹചര്യത്തിലൊക്കെ കൂടിയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് BJP ആകെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ആരെ അപമാനിക്കുന്ന തരത്തിൽ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാണ്. അതിൻ്റെ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ കൂടി ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തെ BJP ലീഡർഷിപ്പ്, അതുപോലെ തന്നെ BJPയുടെ നേതാക്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്, ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഇടപെടലിനെ? EP വിഷയം ഉയർത്തിയതിൽ വലിയൊരു അതൃപ്തി തന്നെയാണ് BJPക്കുള്ളത് എന്നുള്ളതിൽ സംശയമില്ല. വലിയൊരു പടയൊരുക്കം തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ പറഞ്ഞ കാര്യങ്ങൾ അത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു EP വിഷയം ഉയർത്തിയത് എന്നുള്ളതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് എന്ന് പറയുന്നത്. മുരളീധരൻ പക്ഷം വലിയ തോതിൽ തന്നെ പ്രതിഷേധവും അമർഷവുമായി ശോഭാ സുരേന്ദ്രനെതിരെ ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രകാശ് ജാവ്ദേക്കർക്കും ഈ ഒരു വിഷയത്തിൽ കടുത്ത അതൃപ്തി തന്നെയാണുള്ളത്. അതിന്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ EP വിഷയം ഉയർത്തിയത് അത് BJPക്ക് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഔദ്യോഗിക പക്ഷം പറയുന്നത്. പ്രത്യേകിച്ചും മോദി ഗ്യാരണ്ടി ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരുന്ന BJPക്ക് അത് ഉയർത്തുന്നതിന് പകരം തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തോതിലൊരു തിരിച്ചടിയാണ് ഈ വിഷയം ഉയർത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഇവർ പറയുന്നത്. ഇതിൽ നിരവധി കേന്ദ്ര നേതാക്കൾക്കും ഇതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ശോഭയ്ക്കെതിരെ പരാതി നൽകുന്ന കാര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയം ഉയർത്തിയതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രന്റെയും ദല്ലാൽ നന്ദകുമാറിന്റെയും ഒത്തുകളിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ BJPയുടെ ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാടെന്ന് പറയുന്നത്. ഷീജ, ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് ഒരു കൂടിക്കാഴ്ചയിലും ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ശോഭാ സുരേന്ദ്രൻ ഇതെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാണ്. പക്ഷേ വളരെ ആധികാരികമായി 1 2 3 തവണ ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന് അടിസ്ഥാനരഹിതമായി പറയുക മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വം തന്നെ പറയുന്നത് ഇനി ഒരു കല്യാണത്തിന് പോലും ആരും വിളിക്കാത്ത ഒരു സാഹചര്യമാണ് ശോഭാ സുരേന്ദ്രൻ BJP നേതൃത്വത്തിന് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് രാഷ്ട്രീയത്തിനുപരി മനുഷ്യർ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തെ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തെ ഒക്കെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയും അത് തെരഞ്ഞെടുപ്പ് പോലൊരു അവസരത്തിൽ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്ന് ഏറ്റവും മോശപ്പെട്ട തലത്തിൽ നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ടം മുതൽ തന്നെ ആ രീതിയിലാണ് ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയം. പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയോട് രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയോട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളൊരു വിഷയം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ജാവ്ദേക്കർ EP-യുമായി കൂടിക്കാഴ്ച നടത്തുന്നു. EP തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. അതായത് തന്നെ വന്ന് കണ്ടിരുന്നു, 5 മിനിറ്റിൽ താഴെ മാത്രമാണ് ആ കൂടിക്കാഴ്ച നീണ്ടിരുന്നത് എന്നുള്ള കാര്യം വിശദീകരിച്ചിരുന്നു. ഫ്ളാറ്റിൽ വെച്ച് മാത്രമാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്. മറ്റെവിടെയും ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ ഉള്ളൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. അതിനപ്പുറം ശോഭാ സുരേന്ദ്രൻ എന്നൊരു വ്യക്തിയോട് താൻ നേരിട്ട് പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും EP വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി ഉന്നയിക്കുന്നു. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇപ്പോഴേതായാലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് അത് BJPക്ക് പോലും കടുത്ത തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ വലിയ തോതിലുള്ള ഒരു പടയൊരുക്കം തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വത്തിനുള്ളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക പക്ഷം തന്നെ ഇതിനകം രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെതിരെ കടുത്ത അതൃപ്തി BJPയുടെ കേന്ദ്ര നേതാക്കൾക്കുമുണ്ട്. പ്രത്യേകിച്ചും പ്രകാശ് ജാവ്ദേക്കർ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു.
ഷീജ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി. സംസ്ഥാന നേതൃത്വം, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇതിലൊന്ന് ഏറ്റുപിടിക്കാൻ തയ്യാറായത്. മറ്റാരും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. സാധാരണഗതിയിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കാൻ കിട്ടുന്ന ഒരു അവസരവും BJP കൈമോശം വരുത്താറില്ല. പക്ഷേ ഇവിടെ ആ ഒരു ആഭ്യന്തര സംഘർഷം, BJPക്ക് ഉള്ളിലെ ഈ ആഭ്യന്തര സംഘർഷം ഇവരുടെ പ്രതികരണങ്ങളെ ആകെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ഈ വിഷയത്തെ ഉയർത്തുന്നത്, ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നത് അത് വലിയ തോതിൽ തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് BJPക്കുള്ളത്. പ്രത്യേകിച്ചും വസ്തുതാപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതിരിക്കെ നിരവധി വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഓരോ ദിവസവും പുതിയ കാര്യങ്ങളുമായി വരുന്നു. കൂടിക്കാഴ്ചയുടെ എണ്ണം കൂടുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ വസ്തുത തീർത്തും തന്നെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് കടുത്ത അതൃപ്തി BJPക്കുള്ളിൽ നിന്ന് തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശോഭാ സുരേന്ദ്രനെതിരെ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന വ്യക്തി എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇപ്പോഴും ആ രീതിയിലുള്ള നടപടികൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു നടപടിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക പക്ഷം വാദിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരാതിയുമായി കേന്ദ്രത്തെ സമീപിക്കുവാൻ വരെ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും തനിക്കെതിരെ സാമ്പത്തിക ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി EP ജയരാജനെ പോലെ സമുന്നതനായ ഒരു നേതാവിനെതിരെ അടിസ്ഥാനരഹിതമായി ആരോപണവുമായി രംഗത്ത് വന്ന ശോഭാ സുരേന്ദ്രനെതിരെ ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കറും രംഗത്ത് വന്നിരിക്കുന്നു.